ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്സിലെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് അബൌട്ട് എക്സിറ്റ് ലോഡ് ഇൻ മ്യൂച്വൽ ഫണ്ട്. That means a small fee charged when you redeem your mutual fund units before a specific time, usually before 1 year. സാധാരണ രീതിയിൽ എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കും എക്സിറ്റ് ലോഡ് ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാൽ ചില സ്കീമുകൾക്ക് എക്സിറ്റ് ലോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ചിലപ്പോൾ നമ്മൾ 1 വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷമൊക്കെ നമ്മൾ വിൽക്കാറുണ്ട്. അപ്പോൾ മുഖ്യമായിട്ടും ഇതിൻ്റെ എയർലി വിഡ്രോവൽസ് ഡിസ്കറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സിറ്റ് ലോഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദീർഘകാലയളവിലേക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആക്ച്വൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അതുമാത്രമല്ല, എക്സിറ്റ് ലോഡ് നമ്മളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സിറ്റ് ലോഡ് 1% ആണെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകുന്ന എമൗണ്ട് 10,000 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്ച്വൽ എമൗണ്ട് 9,900 രൂപ മാത്രമാണ് കിട്ടുകയുള്ളൂ. ആ 1% എക്സിറ്റ് ലോഡായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അത് ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സിറ്റ് ലോഡ് എത്ര ശതമാനമാണ്, എക്സ്പെൻസ് റേഷ്യോ എത്ര ശതമാനമാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുകയില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമം ഒരു 5 to 8 years എങ്കിലും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.